ഹായ് ഫ്രണ്ട്സ്, ഇതേപോലെ ഒരു സിനിമാറ്റിക് ട്രാൻസിഷൻ VN വീഡിയോ എഡിറ്റർ ഉപയോഗിച്ച് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് VN വീഡിയോ എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ടൈംലൈനിലേക്ക് ആഡായി. ഇനി ഏറ്റവും ലാസ്റ്റിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു വാട്ടർമാർക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോട്ടോസ് ആൻഡ് വീഡിയോസിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട രണ്ടാമത്തെ വീഡിയോ സെലക്ട് ചെയ്ത് ടൈംലൈനിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ടൈംലൈനിലേക്ക് ആഡായി. ഇനി നമുക്ക് ഏറ്റവും താഴെ നിന്ന് ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഫിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വീഡിയോ ഫുൾ സ്ക്രീനിലേക്ക് സെറ്റാക്കി. ഇനി നമുക്കിവിടെ സെക്കൻഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മോഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഗ്രേഡിയൻ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നാലാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇതിൻ്റെ ഡ്യൂറേഷൻ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഓക്കെ കൊടുത്തതിന് ശേഷം സെക്കൻഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴെ നിന്ന് ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ മാസ്ക് എന്നൊരു ഓപ്ഷൻ കാണാം. മാസ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ മൂന്നാമത്തെ ഓപ്ഷൻ മിറർ സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ വീഡിയോ ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്ക്രീനിലേക്ക് ആരോ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ മൂവ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ അഡ്ജസ്റ്റ് ആവുന്നതാണ്. അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ കീ ഫ്രെയിമിൻ്റെ ഒരു ഐക്കൺ കാണാം. കീ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോ നമ്മൾ മുമ്പിലേക്ക് മൂവ് ആക്കിയതിന് ശേഷം ഒരു 3 സെക്കൻഡ് വരെ ആക്കിയതിന് ശേഷം നമ്മൾ ഇതേപോലെ വീണ്ടും ആരോ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതേപോലെ സ്ക്രീനിലേക്ക് വലുതാക്കി കൊടുക്കാം. ഇനി നമ്മുടെ വീഡിയോ വീണ്ടും മുമ്പിലേക്ക് മൂവ് ആക്കിയതിന് ശേഷം വീണ്ടും ഇവിടെ ഫുൾ സ്ക്രീനിലേക്ക് നമ്മുടെ വീഡിയോ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമ്മുടെ സിനിമാറ്റിക് ട്രാൻസിഷൻ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ടോപ്പിൽ റൈറ്റ് സൈഡിലെ ആരോ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നമുക്കിത് വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് ഗാലറിയിലേക്ക് സേവ്